ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ വിശേഷങ്ങളുമായിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ജബൽ അക്തറിൻ്റെ താഴ്വരകളിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്, നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ എങ്ങനെ വെള്ളത്തിന് തണുപ്പുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇരുന്നു. ഇത് റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചയാണ്. ഞങ്ങൾ പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള ഓട്ടത്തിലാണ്. അപ്പോഴാണ് റോഡ് സൈഡിൽ എന്തോ ഒരു കായ നിൽക്കണ കണ്ടത്. ഞങ്ങളുടെ നാട്ടിലതിനെ ഈനാമ്പഴം എന്നാണ് കേട്ടോ പറയാം. അതിൻ്റെ പേരിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ചു നേരം സംസാരിച്ച് നിന്നു. പിന്നെ പല ഊടുവഴികളിലൂടെയാണ് ഞങ്ങളിങ്ങനെ പോയോണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവർ പുരാതന കാലത്ത് താമസിച്ചിരുന്ന കെട്ടിടങ്ങളും വീടുകളും ഒക്കെയാണിത്. ഇത് മണ്ണും കല്ലും ഒക്കെ വെച്ച് മെഴുകി മരമൊക്കെ യൂസ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ പഴമ നഷ്ടപ്പെടാതെ അവരത് കാത്ത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശികളൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കോഫി ഷോപ്പും റെസ്റ്റോറൻറ്റും ഒക്കെ ആക്കി മാറ്റിയിട്ട് അത് അതുപോലെ നിലനിർത്തി കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളൊരു കോഫി ഷോപ്പാണ് കേട്ടോ ഇതിനകത്ത്. കല്ലും മണ്ണും ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല തണുപ്പാണ്. നമ്മൾ അതിനകത്തുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല, അനുവാദം ഇല്ലാത്തതുകൊണ്ട്. പുറമേയുള്ള വീഡിയോസ് മാത്രം എടുത്തിട്ട് ഞങ്ങൾ പോന്നു. ഇത് കണ്ടോ, അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കൂടെ വീണ്ടും ഈന്തപ്പനത്തോപ്പിലേക്ക് വന്നു. റോഡിൻ്റെ ഇരു സൈഡിലുമായിട്ട് ഈന്തപ്പനത്തോട്ടം ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഈ വഴിയിലൂടെ ഒരുപാട് ദൂരം നടന്നു. മക്കളും ഞങ്ങളെല്ലാവരും ഈ യാത്ര നന്നായി ആസ്വദിച്ചു. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ ബൈ.